3/4 ഇഞ്ച് വലിപ്പമുള്ള 6 അടിയുടെ പൈപ്പ് വേണം. 1/2 ഇഞ്ച് വലിപ്പമുള്ള ഒരു 4 അടിയുടെ ഒരു പൈപ്പ് വേണം. പിന്നെ 3/4 ഇഞ്ചിൻ്റെ ടീ ഒരു 2 എണ്ണം വേണം. എൻ്റെ ഗ്യാപ്പ് ഒരു 3 എണ്ണം വേണം. പിന്നെ ഒരു ചെറിയൊരു മരകഷ്ണം വേണം. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം. ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു ക്ലിപ്പ് വേണം. ഒരു 10 സ്ക്രൂ വേണം 1/2 ഇഞ്ചിൻ്റെ. നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസാണ് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ, ഒരു ഹാക്സോ ബ്ലേഡ്, പിന്നെ സോൾവെൻറ്റ്, 10 ഇഞ്ച് നീളത്തിനുള്ള 2 പീസ് മതി. ഈ 3/4 ഇഞ്ച് 10 ഇഞ്ച് നീളം നമുക്ക് അടയാളപ്പെടുത്താം. ഒരു പീസ് 7 ഇഞ്ച് നീളത്തിന് കട്ട് ചെയ്യാം. പൈപ്പിൻ്റെ താഴ്ഭാഗത്ത് നിന്നും 1.5 ഇഞ്ച് മാറ്റി 5 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്യാം. സൈഡ് കട്ട് ചെയ്യാനായിട്ട് സാധാരണ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി കൊളുത്തി വെച്ച് അതിൽ നിന്ന് ബ്ലേഡ് ചൂടാക്കി നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ആ പൈപ്പിൻ്റെ മുകൾ ഭാഗത്താണ്, താഴ്ഭാഗത്താണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് അതുപോലെ തന്നെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ചൂടാക്കി മേളിലോട്ട് വളച്ച് വയ്ക്കാം. ഇനി എല്ലാം നമുക്ക് ഒട്ടിച്ച് ചേർക്കാം. അര ഇഞ്ച് പൈപ്പ് ഇനി ഇതിനകത്ത് കിടക്കാം. 2.5 ഇഞ്ച് പൈപ്പ് താഴോട്ട് വെച്ചിട്ട് മുകൾ ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് പൊക്കത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് അടുത്ത് കണ്ടെയ്നർ പിടിപ്പിക്കാം. കണ്ടെയ്നറും ക്ലിപ്പും 2 സ്ക്രൂവും വേണം. അര ഇഞ്ച് പൈപ്പ് ഒരു 6 ഇഞ്ച് നീളത്തിൽ വെച്ച് കട്ട് ചെയ്യാം. ഈ പൈപ്പിൻ്റെ ഇവിടെ നിന്നൊരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ വുഡൻ പീസിൽ നമുക്ക് പിടിപ്പിക്കാം. സ്പ്രിങ്ങിൻ്റെ ആക്ഷന് വേണ്ടി നമുക്കിവിടെ റബ്ബർ ബാൻഡ് ഇടാം. അകത്ത് ഈ വുഡൻ പീസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം.
നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ട് പുറകിലൊരു സ്ക്രൂ കൊടുക്കാം. ഒരു ചെറിയ വുഡൻ പീസും ഒരു ആംഗിൾ ക്ലാമ്പും വേണം. പിന്നെ ഒരു 2 സ്ക്രൂ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ പൈപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് പിടിപ്പിക്കാം.